ഹായ്, ഇത് സൈലന്റ് വാലിയിലോട്ടുള്ളൊരു യാത്രയാണ്. നമ്മൾ ട്രിപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും കുറേ സ്ഥലങ്ങൾ നമ്മുടെ മനസ്സിൽ വരും. അതുപോലെ തന്നെയായിരുന്നു ഇതും. കുറേ ബുദ്ധിമുട്ട് ഈ കാണുന്ന ആൾക്കാർക്കും എനിക്കും അല്ലാതെ ഈ ഒരു ട്രിപ്പിന് വേണ്ടി നമ്മൾ എത്രമാത്രം ബുദ്ധിമുട്ടിയിട്ടുണ്ടെന്നും നമുക്കറിയില്ല. പലരും പല സ്ഥലം പറയും, അവിടുന്ന് മാറി ഇവിടുന്ന് മാറി, ആ സ്ഥലം വേണ്ട ഈ സ്ഥലം വേണ്ട, അവിടെ പോയാൽ ചൂട് ഇവിടെ പോയാൽ തണുപ്പ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അവസാനം ഒരു വനവാസം സ്വീകരിക്കാമെന്ന് വിചാരിച്ചു. അതായത് സൈലന്റ് വാലിയിലോട്ട് പോയിട്ട് സൈലന്റ് ആയിട്ട് എല്ലായിടും ഒന്ന് കണ്ടിട്ട് വരാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ നമ്മൾ ഈ KSRTC ബസ്സിലാണ് ഈ പോകുന്നത്. അപ്പോൾ അവിടെ നമുക്കത് ഫീൽ ചെയ്യണ്ടായിരുന്നു. കാരണം മൊത്തത്തിൽ ഇപ്പോൾ ചൂടാണല്ലോ. അപ്പം ആ ഒരു ചൂടിൽ നിന്ന് ആ തണുപ്പിലോട്ട് പോകുമ്പോൾ നമുക്കത് നന്നായിട്ട് ഫീൽ ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമുക്ക് അവിടെ 12 മണിയാകുമ്പോഴേ കയറാൻ പറ്റുള്ളായിരുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അപ്പോൾ അവർ പറഞ്ഞു, ഫോറസ്റ്റിൽ നിന്ന് അവർ പറഞ്ഞു എന്താണ് കഴിച്ചിട്ടേ വരാവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ എന്താ ചെയ്തു, കഴിച്ചിട്ട് കയറാമെന്ന് വെച്ച് കഴിച്ചു. അപ്പം നാളെ നമ്മളെ ചോറാണ് കിട്ടിയത് കേട്ടോ. അത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കഴിക്കാനായിട്ട്. അവിടുന്ന് പിന്നെ നമ്മൾ ഫോറസ്റ്റ് ഓഫീസിൽ വന്ന് അവിടെയൊക്കെ തപ്പി പിടിച്ച് ഫോറസ്റ്റ് ഓഫീസിൽ അവിടെ നിന്ന് എന്താണ് കുറേ ഫോട്ടോ ഒക്കെ എടുത്ത് അവിടെ നമ്മുടെ പേര് മേൽവിലാസം എല്ലാം എഴുതി കൊടുത്ത് അവിടെ നമ്മുടെ ജീപ്പിന് വേണ്ടിയിട്ട് കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ആ സമയത്തായിരുന്നു നമ്മുടെ ഫോട്ടോ എടുപ്പ്. ആസ് യൂഷ്വൽ നമുക്ക് ഫോട്ടോ എടുക്കണമല്ലോ. അപ്പം ആദ്യം നായിക കുളത്തിലേക്ക് ചാടുന്നു, പിന്നെ ആര് ചാടുന്നു, ക്യാമറമാൻ ചാടുന്നു. ആ ഒരു ഫ്ലോയിൽ എന്താണ് നമ്മുടെ ഈ തരുണീമണികളെല്ലാവരും കൂടെ ഫോട്ടോ എടുക്കാനുള്ള ഭയങ്കര തത്രപ്പാടിലായിരുന്നു. പിന്നെ നമ്മൾ അവിടെ ഇവിടെ എല്ലാം കൂടെ തിരിഞ്ഞ് നമ്മുടെ ജീപ്പ് വന്നു. ജീപ്പിൽ സൈലന്റ് വാലി എന്ന് പറയുന്ന ആ ഒരു പ്ലേസിലോട്ടുള്ള യാത്ര സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഫോറസ്റ്റ് ഓഫീസ് കഴിഞ്ഞ് നമ്മളിപ്പം നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ. അപ്പം നമുക്കായിട്ട് ഒരു ജീപ്പ് അവിടുന്ന് നമുക്ക് പ്രൊവൈഡ് ചെയ്യും. അവിടെ നമ്മൾ എല്ലാം കണ്ട് യാത്ര ചെയ്യും. അപ്പോൾ ഇത് സജി എന്ന് പറയുന്ന ഈ ചേട്ടനെയാണ് നമുക്ക് ഗൈഡായിട്ട് കിട്ടിയത്. ഈ ഒരു സ്ഥലത്തെ പറ്റി മൊത്തം ധാരണയുള്ളൊരു വ്യക്തി. ഇതിനെപ്പറ്റി മാത്രമല്ല എല്ലാ കാര്യങ്ങളെപ്പറ്റി നല്ല വ്യക്തതയുള്ളൊരു മനുഷ്യൻ. അപ്പം എല്ലാത്തിനെയും പറ്റി നമുക്ക് പറഞ്ഞു തന്നു. ഈ ഒരു ആദിവാസി മേഖല ആദിവാസി അങ്ങനെ പറയരുത്, ഉന്നതി എന്ന് പറയണം. പിന്നെ എന്താണ് ഇവിടെയുള്ള ആൾക്കാരെ പറ്റി, അവരുടെ ജീവിത സാഹചര്യങ്ങളെ പറ്റി, അവരെങ്ങനെ ജീവിക്കുന്നു, എങ്ങനെ ജീവിച്ചിരുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ. ഇനിയിപ്പം നമ്മൾ കാണാൻ പോകുന്ന ഈ ഒരു മരം, ഇത് ചുരുളി എന്നാണ് പറയുന്നത്. ഇത് ആൾക്കാർ നമ്മുടെ ആശാരിമാരൊക്കെ പണിയാൻ പോലും എടുക്കില്ല. കാരണം ഉളി പോലും കയറില്ല, ഒടിഞ്ഞു പോകുന്നതാണ് പറയുന്നത്. അത്ര ബലമുള്ളൊരു മരമാണെന്നാണ് പറയുന്നത്. അങ്ങനെ നമുക്ക് സ്പെഷ്യലായിട്ട് കാണാൻ പറ്റിയ കുറേ മരങ്ങളുണ്ടായിരുന്നു. പിന്നെ ഇത് കണ്ടപ്പോൾ എന്തോ ഒരു പൊത്ത് പോലെ ഇല്ല, അപ്പോൾ എനിക്കെന്ത് കാണാൻ തോന്നിയിട്ട് ഞാൻ അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് പക്ഷേ അങ്ങനെ ഒരു ഗുഹ പോലെ ഒരു സെറ്റപ്പായിരുന്നു. കാണാൻ അങ്ങനെ അകത്തോട്ടൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. പിന്നെ ഇതായിരുന്നു വഴി, നല്ല ക്ലിയർ ആയിട്ടുള്ള വഴിയായിരുന്നു. പിന്നെ മൊത്തം സൈലൻസ്, പിന്നെ ഭയങ്കര തണുപ്പ്. ഇതോടെ ചൂടത്തുനിന്ന് വന്നുകൊണ്ടായിരിക്കും നമുക്ക് ആ തണുപ്പൊക്കെ അങ്ങ് നന്നായിട്ട് നമുക്കൊക്കെ ഏക്കും അത്. അങ്ങനെ നമ്മൾ ഈ ഒരു സ്ഥലത്ത് ഞാൻ എത്ര സ്ലോ ആയത് എന്നാന്ന് വെച്ചാൽ അതിനെപ്പറ്റി ആ ചേട്ടൻ എന്തോ കാര്യമായിട്ട് പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു വെള്ളച്ചാട്ടം, ഇത് കുഞ്ഞു വെള്ളച്ചാട്ടമാണെന്ന് കരുതി കുറച്ച് കാണരുത്. നമ്മൾ കുറേ വെയിലത്ത് നിന്ന് വന്ന് കഴിഞ്ഞിട്ട് നമ്മൾ കാണുന്നതായതുകൊണ്ട് നല്ല പ്യുവറായിട്ട് നല്ല തണുത്ത വെള്ളവും അവിടെ നിന്ന് കുടിച്ചിട്ടൊക്കെയാണ്. പിന്നെ ലാസ്റ്റ് വാച്ച് ടവർ കയറാനായിട്ട് നമ്മൾ പോയത്. അങ്ങനെ വാച്ച് ടവറിൻ്റെ മുകളിലോട്ട് പോകുന്ന കാഴ്ചയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അയ്യോ, കുറേ സ്റ്റെപ്പുകളുണ്ടായിരുന്നു. ശ്വാസം മുട്ടിയും ചത്തുപോയി. അവിടുന്ന് നമ്മുടെ ആ ബ്യൂട്ടിഫുൾ വ്യൂ ആയിരുന്നു. അങ്ങനെ ആ വ്യൂ ഒക്കെ കണ്ട് ആസ് യൂഷ്വൽ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് അങ്ങനെ നമ്മൾ അവിടെ കുറച്ച് നേരമൊക്കെ സ്പെൻഡൊക്കെ ചെയ്ത് ആ മനോഹാരിതയൊക്കെ ഒന്ന് ആസ്വദിച്ച് ആ കാണുന്നതാണ് കുന്തിപ്പുഴ എന്ന് പറയുന്ന പുഴ. അങ്ങോട്ട് പോകാം, ഇത് കണ്ടിട്ടാണ് അങ്ങോട്ട് നമ്മളെ വിടുന്നത്. അതിന് പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ അവിടെ ഒരു ചായയൊക്കെ കുടിച്ച് നമുക്ക് അവിടെ കുറച്ച് സംസാരമൊക്കെ, പോണോ വേണ്ടയോ, അങ്ങോട്ട് പോകണോ, ലേറ്റ് ആവുമോ ചെല്ലുമ്പോൾ എന്നൊക്കെ നമ്മളുടെ ചർച്ചയാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ അവിടെ നിന്ന് ഞാൻ ആദ്യം കാണിച്ചില്ലേ ഒരു ചുരുളി മരം, അതിൻ്റെ ഒരു ഉണങ്ങിയ വേഷനാണിത്. അപ്പോൾ അത് 80 വർഷം മുമ്പേ അയാൾ വരുന്ന ആ സമയം മുമ്പേ അവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. പിന്നെ അത് കഴിഞ്ഞ് ഇതാണ് ഇവിടെ ചെന്നപ്പോൾ കേട്ടോ, ആ ഒരു പേര് പോലെ തന്നെയായിരുന്നു, സൈലൻസ്, ഫുള്ളി സൈലൻസ്. അപ്പം സജി എന്ന് പറഞ്ഞാൽ ചേട്ടൻ പറയുന്നുണ്ട്, നിങ്ങളായിട്ട് അവിടെ പോയി കാറോ കൂവോ ഒന്നും ചെയ്യരുത്, സൈലന്റ് വാലി എന്നുള്ളത് നമ്മൾ കാരണം സൈലന്റ് അല്ലാത്ത വാലി ആവരുത് എന്നൊക്കെ നമ്മളെ ഭയങ്കര ഒരു കൺട്രോളിങ്ങിലാണ് നമ്മളെ കൊണ്ടുവന്നു. ഒരു തരത്തിലും പ്ലാസ്റ്റിക് അങ്ങനെ ഒന്നും ഇടാൻ പാടില്ല, നമ്മളങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. അങ്ങനെ ഇതാണ് നമ്മൾ ആ മേലിൽ നിന്ന് കണ്ട ആ കുന്തിപ്പുഴ. അപ്പം മനുഷ്യ സ്പർശം ഏക്കാതെ ഒഴുകുന്ന ഏക പുഴയാണിത്. അപ്പം അങ്ങോട്ട് നമ്മളെ ഇറക്കത്തോ അത് തൊടാനോ ഒന്നും അനുവദിക്കത്തില്ല.
ഓക്കെ വേണ്ട, എന്നാത്തിനാണ് നമ്മൾ അതിൻ്റെ സമാധാനം കളയുന്നത്, അതങ്ങ് ഒഴുകി പോട്ടെ. പിന്നെ തിരിച്ചു വന്നപ്പോഴാണ് നമ്മൾ ഈ ആർച്ചിൻ്റെ ഇവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത്. ഈ സമയമായപ്പോൾ നമ്മൾ ശരിക്കും മടുത്തു കേട്ടോ. ഒരു 6 മണിയൊക്കെ ആയെന്ന് തോന്നുന്നു തിരിച്ചിറങ്ങിയപ്പോഴത്തേക്കും. അങ്ങനെ നമ്മൾ അവിടുന്ന് ടാറ്റയൊക്കെ പറഞ്ഞങ്ങ് പോകുന്നു. ബൈ.